വീക്കെൻഡ് റെസിപ്പി ആയിട്ട് നമുക്കൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. അതിനായിട്ട് ആദ്യം പച്ചരി കുതിർത്തി വയ്ക്കുക. ഒരു 4 മണിക്കൂർ കുതിർത്തിയാൽ മതിയാവും. പിന്നെ അതിന് ശേഷം മിക്സി ജാറിലേക്ക് ഈ പച്ചരിയും കുറച്ച് ശർക്കര പാവും കൂടെ ഒഴിച്ച് അരയ്ക്കുക. ശർക്കര പാവ് നമ്മൾ മധുരത്തിനനുസരിച്ചിട്ട് മതി. അതും കൂടെ മിക്സാക്കിയിട്ട് അരച്ചിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഇടുക. തേങ്ങ ഇട്ട് നന്നായിട്ട് അരയ്ക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഞാൻ മൈദപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പഴം. ഞാനിപ്പോൾ പറയുന്ന അളവ് 1 കപ്പ് അരിക്കുള്ള അളവാണ് പറയുന്നത്. അരച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മിക്സ് ഒഴിക്കുക. ഒരു ഇങ്ങനെ ദോശമാവിൻ്റെയൊക്കെ ഒരു അളവിൽ മതി. പിന്നെ അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച്, ഞാനിവിടെ എള്ളിന് പകരം ഞാൻ തേങ്ങ കൊത്താണിന്ന്. നമുക്ക് തേങ്ങ പീസ് ഇല്ലെങ്കിൽ നമുക്ക് എള്ള് ഉപയോഗിക്കാം, ഓപ്ഷണലാണ് തേങ്ങ. സോ ഒരു ക്രിസ്പീൻ്റെ ഒക്കെ ഇരുന്നും ചെറിയൊരു തേങ്ങ കടിക്കുന്ന പോലെ ഉണ്ടാവും. സോ തേങ്ങ നന്നായിട്ട് റോസ്റ്റ് ആക്കിയിട്ട് അതിലേക്ക് ഒഴിക്കുക. തേങ്ങ റോസ്റ്റ് ചെയ്തത് ചൂടാറിയതിന് ശേഷമാണ് മാവിലേക്ക് ഒഴിക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നുമില്ല, നമുക്ക് അപ്പം തന്നെ അപ്പം ചൂടാവുന്നതാണ്. ഞാനിവിടെ യൂസ് ആക്കിയത് നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയാണ്. സോ അധികം ഓയിലിൻ്റെ ആവശ്യമില്ല. ഞാൻ കുറേശ്ശെ മറിച്ചിടാൻ പാകത്തിന് മാത്രമേ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഈ ഓരോ കുഴികളായിട്ട് മാവ് ഒഴിക്കുക. എന്നിട്ട് ഉണ്ണിയപ്പം പൊന്തി വന്നതിന് ശേഷം തീ കുറച്ച് വയ്ക്കുക. അങ്ങനെ എല്ലാ ഉണ്ണിയപ്പവും ചുട്ടെടുക്കുക. ഉണ്ണിയപ്പം മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മുരിക്കുക. ക്രിസ്പിയായ ഉണ്ണിയപ്പമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സിമ്പിൾ റെസിപ്പിയാണ്, ഈസിയാണ്. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക് യു.